എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്ന് നമ്മുടെ ഈ ഓട്ടോ സുഹൃത്തുക്കളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. പല നാളായി ഇങ്ങനെ ആ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്യണമെന്ന് വിചാരിച്ചെങ്കിലും സമയം അതിനനുവദിച്ചില്ല. ഇന്ന് സൺഡേ ആണ്. ഇന്ന് അതിലേക്ക് വേണ്ടി ഞാൻ മാറ്റി വയ്ക്കുകയാണ് കുറച്ച് സമയം. ശരിക്കും നമ്മുടെ ഈ ഓട്ടോ സുഹൃത്തുക്കൾ മൂലം നമുക്കുണ്ടാകുന്ന നേട്ടങ്ങൾ എത്രയാണെന്ന് ആരും ഒന്ന് ചിന്തിച്ചു നോക്കാറില്ല പലരും. നമ്മൾ ഒരു സ്റ്റാൻഡിൽ ഇറങ്ങുന്നു, ഓട്ടോ നമ്മൾ കയറുന്നു, പോകുന്നു, ദാറ്റ്സ് ഓൾ. അവരുടെ കാശ് കൊടുക്കുന്നു. എന്നാൽ ഇവർ ഈ സമൂഹത്തിന് നൽകുന്ന സേവനങ്ങളെക്കുറിച്ച് എല്ലാവരും മനസ്സിലാക്കാറില്ല. എന്നാൽ ഇന്ന് അവരുടെ സേവനങ്ങളിലേക്ക് നമ്മളൊന്ന് കടന്നെത്താം. രാത്രി കാലങ്ങളിലാണ് ഇവർ ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കാൻ ഉള്ളത്. കാരണം ഇപ്പോൾ ഏത് ഗ്രാമപ്രദേശങ്ങളിൽ ചെന്നാലും നമ്മളുടെ ഈ സമയവും നമ്മുടെ ട്രാഫിക്കുമൊക്കെ വെച്ച് നാം വിചാരിക്കുന്ന സമയത്തിന് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ പറ്റില്ല. ട്രാഫിക് തടസ്സങ്ങളും പല കാരണങ്ങളും അതിലുണ്ടാകും, വാഹന തടസ്സങ്ങളൊക്കെ. അപ്പോൾ രാത്രി ചെല്ലുമ്പോൾ ഇവർ സ്വാഭാവികമായി നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാറുണ്ട്. എന്നാൽ തികച്ചും വ്യത്യസ്തമായ ഒരു ചാർജായിരിക്കും രാത്രികാലങ്ങൾ ഇവർ നമ്മളിൽ നിന്നും ഈടാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിന് നമുക്കവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം പകൽ സമയങ്ങളിൽ ഈ യാത്ര പോകുമ്പോൾ ചിലപ്പോൾ അതെപ്പോഴും ഉണ്ടാകില്ല, റിട്ടേൺസ് വരാൻ നേരത്ത് അവർക്ക് യാത്രക്കാരെ കിട്ടിയില്ല. അപ്പോൾ അവർക്ക് ആ റിട്ടേൺ ചാർജ് കൂടെ വാങ്ങേണ്ടി വരുന്നു. ഇനി രാത്രികാലങ്ങളിൽ മറ്റൊരു കാര്യം, ഇവർക്കും ഉണ്ട് നമ്മളെപ്പോലെ കുടുംബങ്ങളിൽ നിന്ന് അന്തി ഉറങ്ങാതെ രാത്രികാലങ്ങളിൽ സ്ട്രീറ്റിൽ ഈ ഓട്ടോയിൽ തന്നെ വരുന്ന യാത്രക്കാരെയും പ്രതീക്ഷിച്ച് അവർ കാത്തിരിക്കുകയാണ്. ഇനി നമ്മുടെ യാത്രക്ക് വിചാരിക്കും അതവർക്ക് കാശുണ്ടാക്കാൻ വേണ്ടി അവർ വിടുന്നു. അവർ ഫ്രീ അല്ലല്ലോ, കാശ് വാങ്ങുന്നല്ലോ. അല്ല, അവിടെ തെറ്റുപറ്റി. അവർ കാശ് വാങ്ങുന്നു, അത് വാങ്ങിയേ പറ്റൂ, അതും എക്സ്ട്രാ ആണെങ്കിൽ എക്സ്ട്രായും കൊടുത്തേ പറ്റൂ. എന്നാൽ ഇങ്ങനെ ഉള്ള ഒരു സഹോദരങ്ങൾ ഇല്ലെങ്കിൽ രാത്രികാലങ്ങൾ നമ്മൾ എന്തു ചെയ്യും? ഒരു പക്ഷേ നമ്മുടെ വീട്ടിലുള്ളത് വയസ്സായ അച്ഛനും അമ്മയുമായിരിക്കും. അവർക്ക് രാത്രി ഇപ്പോൾ പെങ്കൊച്ചുങ്ങളാണ് വരുന്നെങ്കിൽ അവരെയും കാത്ത് ആ ബസ് സ്റ്റേഷനിൽ കാത്തു നിൽക്കാൻ പറ്റുമോ? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഒരു പക്ഷേ 5 കിലോമീറ്ററോ 10 കിലോമീറ്ററോ ദൂരത്തിലൊക്കെ ആയിരിക്കും ഇവർ നിൽക്കുക. അത് ഒരിക്കലും പ്രായോഗികമല്ല. ആ ഒരു സ്ഥാനത്ത് വന്നിറങ്ങുമ്പോൾ അവിടെ ഒരു ഓട്ടോ ഉണ്ടെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കുകയില്ലേ? ഇനി ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ തന്നെ ഒരു പ്രത്യേകം ടാക്സിയും ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടാൽ ടാക്സിക്കാർക്ക് ഈ ബുദ്ധിമുട്ടാണ്, ടാക്സിക്കാർക്ക് ഇതിനേക്കാളും ചാർജ് ആകും. അപ്പോൾ നമ്മൾ പരസ്പരം ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, പരസ്പര ധാരണ ഉണ്ടായിരിക്കണം. ഈ ആൾക്കാർ, ഈ ആട്ടോക്കാർ അത് സംടൈം ഒരു റെസ്പെക്റ്റ്ഫുൾ രീതിയിൽ പോലും ഇവർ സംസാരിക്കില്ല. ആരും ഇവരെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ്, അവരൊരു കുശലപ്പെടുത്തും ഒന്നുമില്ല. ഇവിടെ എല്ലാം ഞാൻ കാശ് കൊടുക്കുമെന്നുള്ള ഗൗരവമായ പിൻസീറ്റിൽ കയറിയിരിക്കും. ചിലപ്പോൾ റേറ്റ് പറയും, തർക്കിക്കും. ഇതിലൊക്കെ കഷ്ടിച്ച് ഞാൻ പറയുന്നു 1% ആൾക്കാർ ക്രിമിനൽസുകളുണ്ട്. ഞാൻ പറയുന്നില്ല. ഓട്ടോയിൽ 99% ആൾക്കാർ ദേ ആർ വെരി ഗുഡ് പീപ്പിൾ. പക്ഷെ 1% ദേ ആർ ക്രിമിനൽസ്. അത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും എല്ലാ ഭാഗത്തും ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമുക്ക് ചെയ്യാമെന്നുള്ളത്, അവർ രാത്രികാലങ്ങളിൽ ഈ ഉറക്കം വിളച്ച് കുടുംബത്തിൽ നിന്ന് സെപ്പറേറ്റായിട്ട് നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇവർ ചെയ്യുന്നൊരു വലിയൊരു സേവനമാണ്. അതായത് നമ്മുടെ പോലീസ് പബ്ലിക്കിന് ചെയ്യുന്നതിന് അതേ സേവനം പോലെ മറ്റു രീതിയിൽ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യത്തിൽ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഇനി ഇതുമൂലം
ഈ പല ആട്ടോ സഹോദരങ്ങളും പലപ്പോഴും പലരുടെ അക്രമങ്ങളിലും ഇരയാകുന്നു. കാരണം ഇവർ വന്ന് കയറിയിരിക്കും, റേറ്റ് ഒന്നും പറഞ്ഞ ഓക്കെ പോട്ടെ എന്നുള്ള. ഇവൻ ഡ്രഗ്സ് അഡിക്റ്റഡ് ആയിരിക്കും, ഇവൻ മയക്കുമരുന്ന് കഴിച്ചവനായിരിക്കും, അല്ലെങ്കിൽ ബോഡികൾ കള്ളടിച്ചിട്ട് വന്നവനായിരിക്കും. ഇവനെയൊക്കെ കയറ്റി എന്തായാലും ഇവരും മനുഷ്യരാണ് ഓട്ടോക്കാരും. ശരി, വീട്ടിൽ ഇവനെല്ലാം റോഡിൽ കിടക്കും, അവരെ വീട്ടിൽ രണ്ട് കാര്യമാണ്, ക്യാഷ് വാങ്ങും, പക്ഷെ അതിലുപരി അവർ ചെയ്യുന്ന സഹായം അതിലും വലുതാണ്. വീടുകൾ, അവിടെ ആൾക്കാർ വീടുകൾ ഇങ്ങനെയുള്ള കള്ളുകുടിയന്മാർ എത്തിക്കുമ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ ആട്ടോ സഹോദരന്മാരൊക്കെ തല്ലാൻ ശ്രമിക്കും, പ്രശ്നം ഉണ്ടാക്കും. പലരും അങ്ങനെ അക്രമങ്ങളിൽ പെട്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഇതിൽ കൂടെ എന്താകുന്നു, ഇവർ ഇറിറ്റേഷനാകുന്നു. ഇപ്പോൾ നമ്മൾ സാധാരണ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഒരു പ്രകോപനമില്ല, നമ്മളവിടെ ഈ കാണുന്ന പോലീസുകാരൻ പെട്ടെന്ന് നമ്മുടെ പുറകിൽ റൈസാകും. എന്താണെന്നറിയോ, മാനസികമായിട്ട് അയാൾ വേറെ എവിടെയെങ്കിലും ആരുടെയെങ്കിലും സൈഡിൽ ഇയാൾക്ക് എന്തെങ്കിലും ഉപദ്രവം വെച്ചിരിക്കും. മാനസിക ഒരു ബുദ്ധിമുട്ടുള്ള സമയത്ത് മറ്റൊരു പരാതിക്കാരൻ ചെല്ലുമ്പോൾ അവരും മനുഷ്യരാണ്, അതേ വന്നു അടുത്തൊരെണ്ണം ക്രിമിനൽ. അപ്പം ആ ഒരു സെൻസ് ഉണ്ടായിപ്പോണം. അതുപോലെ ഈ ഓട്ടോക്കാരും ഒരു സവാരി വന്ന് കയറുമ്പോൾ അയാളുടെ ഇന്നലെ ഉണ്ടായ അനുഭവത്തിൽ കൂടിയായിരിക്കും ഒരുപക്ഷെ ഈ സവാരിക്കാരനെ കാണുന്നത്. അത് ആരുടെയും തെറ്റല്ല, അത് യാത്രക്കാരൻ്റെ തെറ്റുമല്ല, ഈ ഓട്ടോ സഹോദരൻ്റെ തെറ്റുമല്ല. സോ അതൊന്നും നമ്മൾ മനസ്സിലാക്കണം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഓട്ടോ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നിങ്ങളെപ്പോഴും രാത്രി കാലങ്ങളിൽ ഒരു സവാരി പോകുമ്പോൾ നിങ്ങളുടെ ഓട്ടോയിൽ ചെറിയൊരു ഡയറി വയ്ക്കുക. ആ ഡയറിയിൽ ഈ പോണ ആൾക്കാരെ കൊണ്ട് അവരുടെ പേര്, ഫോൺ നമ്പർ എല്ലാം എഴുതി വയ്ക്കുക, നോട്ട് ചെയ്ത് വയ്ക്കുക. ഇറ്റ് ഈസ് വെരി ഗുഡ്. അതൊരു വലിയൊരു സേഫാണ്. കാരണം അത് ഈ യാത്രക്കാരനും സേഫാണ്, നിങ്ങൾക്കും സേഫാണ്. പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ നമ്പർ ഞങ്ങളിൽ നിന്ന് പോകണമെന്ന് അടുത്തുള്ള സ്റ്റേഷനിൽ നിന്ന് ഇൻറ്റിമേഷൻ കൊടുത്താണ്. ഇത് വളരെ നന്നായിരിക്കും, ഉപകാരപ്രദമായിരിക്കും. പലപ്പോഴും ഒരുപാട് അക്രമങ്ങൾക്ക് ഈ ഓട്ടോക്കാർ പെട്ടുപോകാറുണ്ട്. പിന്നെ അവർ ചെയ്യുന്ന വലിയ കാര്യങ്ങളുണ്ട് ഗുണകരമായ. പലരുടെയും ബോഡികൾ പൈസയും സ്വർണങ്ങളും ഉള്ള ബാഗ് മറന്ന് ഓട്ടോകളിൽ വെച്ച് പോകാറുണ്ട്. എത്രയോ ആൾക്കാർ അത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഏൽപ്പിച്ച് അതിൻ്റെ ഓണേഴ്സിനെ എത്തിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഇടയ്ക്ക് തന്നെ 2 ദിവസം മുമ്പ് നമ്മൾ പത്രത്തിൽ വായിച്ച വാർത്തയാണ്, മാതാപിതാക്കളോടൊപ്പം ട്രെയിനിൽ കിടന്ന ഒരു കൈക്കുഞ്ഞിനെ ഒരുത്തൻ മോട്ടിച്ചുകൊണ്ട് പോയി. ആ മോട്ടിച്ചുകൊണ്ട് പോയവനെ പിടികൂടിയത് ഒരു ആട്ടോ സുഹൃത്തായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ പോയി കറക്റ്റായിട്ട് ഇവിടെ എത്തിച്ചു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. അതുകൊണ്ട് സമൂഹത്തിലുള്ള നാം അടക്കമുള്ള ചിന്തിക്കേണ്ടത്, നമ്മുടെ യാത്രാ സൗകര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്നത് ഈ ആട്ടോ സുഹൃത്തുക്കളാണ്. അവരെ നല്ല രീതിയിൽ കാണുക, സുഹൃത്തായി കാണുക. അവർ മനുഷ്യരാണ്. അവർ ഓട്ടോ എന്ന് വെച്ചാൽ നമ്മൾ ആ കൂലി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായി നമുക്ക് പിന്നെ എന്തിനാണ് ചിന്തിക്കുന്നത് അവരെക്കുറിച്ച്? ഇങ്ങനെയൊക്കെയുള്ളൊരു ചിന്താഗതിയുണ്ട്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. അവരെ കാത്തിരുന്ന്, നമുക്ക് വേണ്ടി രാത്രികാലിൽ കാത്തിരുന്ന് സവാരിക്ക് വേണ്ടി, ചിലപ്പോൾ അവർക്ക് സവാരി കിട്ടും, ചിലപ്പോൾ കിട്ടത്തില്ല. പക്ഷെ അവർ പോകുമ്പോൾ അവരെന്തെങ്കിലും ഒന്ന് എക്സ്ട്രാ ചോദിക്കുകയാണെങ്കിൽ നല്ല മനസ്സോടുകൂടി കൊടുക്കുക. തീർച്ചയായിട്ടും അത് അവർക്ക് സന്തോഷം ഉണ്ടാകുന്നൊരു കാര്യമാണ്. നാളെയും അവർക്ക് പബ്ലിക്കിനോട് വലിയൊരു ബഹുമാനം തോന്നും. ഒപ്പം പബ്ലിക്കിന് ഈ ഓട്ടോ സാധനങ്ങളോടും നല്ലൊരു ബഹുമാനം തോന്നും. ഈ ആട്ടോ സുഹൃത്തുക്കൾക്ക് പബ്ലിക്കിനോട് നല്ലൊരു ബഹുമാനം തോന്നും. അപ്പോൾ ഒന്നൊരു കോർഡിനേറ്റ് ചെയ്ത് പോകേണ്ട ഒരു കാര്യങ്ങളാണ് ഇത്. അതുകൊണ്ട് നമ്മളെപ്പോഴും വിചാരിക്കുക, നമ്മുടെ ഈ ആട്ടോ സുഹൃത്തുക്കൾ ദർ ആർ ഹ്യൂമൻ ബീയിങ്. അവരെ മനുഷ്യരെ കാണുക, സെൽഫ് റെസ്പെക്റ്റ് ചെയ്യുക, കഴിയുന്നതും നല്ല രീതിയിലുള്ള ഒരു കോണ്ടാക്ട്സ് അവരുമായിട്ട് വച്ച് പുലർത്തുക. അതുകൊണ്ട് ഞാൻ ആട്ടോ സുഹൃത്തുക്കളോടും പറയുന്നു, നിങ്ങൾ കഴിയുന്നതും രാത്രി കാലങ്ങളിൽ ഒരു സവാരി എടുക്കുമ്പോൾ നിങ്ങൾ വന്ന് കയറുന്ന യാത്രക്കാരൻ ആരാന്നറിയാം, അവരുടെ കംപ്ലീറ്റ് അവനെ കൊണ്ട് എഴുതിപ്പിച്ച് വാങ്ങിക്കുക. ഒരു ഡയറിയിൽ അവരില്ലെങ്കിൽ നിങ്ങൾ തന്നെ സ്വയം എഴുതുക. അപ്പോൾ ഇവനൊരു അലേർട്ടുണ്ടോ, ഇങ്ങനെ ഒരു റെക്കോർഡ്. അപ്പോൾ അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യുക. സോ യു ആർ സേഫ്, നിങ്ങൾ സേഫ്, യാത്രക്കാരൻ സേഫ്. രണ്ടാമത്, നിങ്ങൾ പോണത് രാത്രി കാലങ്ങളൊന്നും മനസ്സിലാക്കി. ഈ ഓട്ടോ പോണ വളരെ ദുർഘടം പിടിച്ച റോഡുകൾ കൂടെ. നമുക്കറിയാമല്ലോ, നമ്മുടെ റോഡിൻ്റെ സ്ഥിതി വളരെ ശോചനീയമാണ്. കുഞ്ഞു റോഡിൽ കുഴിയും ഇതൊക്കെ ഉണ്ടാകും. ഇതെല്ലാം ഇത് ചെയ്താണ് ഇവർ അവരുടെ വണ്ടി, ഓട്ടോ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നത്. സ്ട്രെയിനുണ്ട്,
പകലല്ല, രാത്രിയാണ്. സോ എല്ലാവരും പറഞ്ഞ് എവരിവർ നമ്മൾ പറഞ്ഞ് 1% ന്യൂട്ടോറിയസ് ഉണ്ട്, കുഴപ്പക്കാരുണ്ട്. പക്ഷേ എല്ലാ സുഹൃത്തുക്കളും അങ്ങനെയല്ല. അതുകൊണ്ട് നാളെ മുതൽ നിങ്ങൾ കയറുന്ന ഓട്ടോയിൽ ബി ഫ്രണ്ട്സ് വിത്ത് ദം, ഫ്രണ്ടിലായിട്ടിരിക്കുക. അതുകൊണ്ട് ആട്ടോ സുഹൃത്തുക്കളും വരുന്നവരെ ഒന്ന് ഫ്രണ്ടിലായിരിക്കുക. പറ്റുകയാണെങ്കിൽ അത് ട്രാഫിക് നിയമങ്ങളുണ്ടെങ്കിൽ, ബട്ട് ഈവൻ ദോ നിങ്ങളുടെ ഡയറി വെച്ച് നിങ്ങൾ അവരുടെ ഫോൺ നമ്പർ ഇത് ചെയ്യുക. അതുപോലെ പോണ യാത്രക്കാർ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ പോണവരുടെ നമ്പർ നിങ്ങൾക്ക് വാങ്ങി ഫീഡ് ചെയ്യാം. എനിക്ക് നെക്സ്റ്റ് ഒരു ടൈം വരികയാണെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്കാണ് നിങ്ങൾ പോകണമെങ്കിൽ, ആ ഓട്ടോ സ്റ്റാൻഡിൻ്റെ അടുത്താണ് പോകണമെങ്കിൽ നിങ്ങൾക്ക് അവരെ വിളിച്ച് പറയാം, ഞങ്ങൾ വരുന്നുണ്ട്, ഫ്രീ ആണോ, എന്നെ ഇന്ന സാധ്യം. സോ യു ആർ ഡെവലപ്പിംഗ് എ ഗുഡ് റിലേഷൻഷിപ്പ്. അങ്ങനൊരു നല്ലൊരു നെറ്റ്വർക്ക് കേരളത്തിൽ എല്ലായിടത്തും ഉണ്ടാകുമ്പോൾ നമ്മുടെ യാത്രാ സൗകര്യവും വളരെ സുലഭമായിരിക്കും. നമുക്ക് കാർ എടുക്കേണ്ട, ഓടിക്കൾ ടാക്സ് ഒന്നുമില്ല. നമുക്ക് എവിടെ പോയാലും നമ്മളുടെ ഈ ഒരു സുഹൃത്ത് വരെയുണ്ട്, അവർ നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചിരിക്കും എന്നുള്ളൊരു നല്ലൊരു വിശ്വാസം നമ്മളുണ്ടാകണം. പരസ്പരം ഈ നമ്മുടെ ആട്ടോ സഹോദരങ്ങളും ഓടിക്കളി നമ്മുടെ പബ്ലിക്കും നല്ലൊരു സുഹൃത്ത് പോലെ സൃഷ്ടിച്ച് എപ്പോഴും നമ്മുടെ ഒരു കാവൽക്കാരായി അവരെ കാണുക. അവരുടെ സുഹൃത്തുക്കളെ അവർ നമ്മളെയും കാണും. ഓക്കെ, സോ എല്ലാവർക്കും നല്ലത് വരട്ടെ. സുരക്ഷിതമായ യാത്രകൾ എല്ലാ പൊതുജനങ്ങൾക്കും ഉണ്ടാകട്ടെ. അവർക്ക് വേണ്ട എല്ലാ നല്ല സപ്പോർട്ടും നമ്മുടെ ആട്ടോ സുഹൃത്തുക്കളും കൊടുക്കട്ടെ. നമുക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് നമുക്ക് തുടക്കം കുറിക്കാം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.